പ്രിയമുള്ളവരെ, 12ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്ന ചാപ്റ്റർ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ച് കഴിഞ്ഞ 2 ചാപ്റ്ററുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക് ചാർജസിന്റെ പ്രോപ്പർട്ടി, അതിന്റെ പൊട്ടൻഷ്യൽ, ഫീൽഡ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ കണ്ടത്. എന്നാൽ ഇലക്ട്രിക് ചാർജ് എപ്പോഴും സ്റ്റേഷനറി ആയിട്ടിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഇലക്ട്രിക് ചാർജിനെ മൂവ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഇലക്ട്രിക് ചാർജസ് മൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിക് ചാർജസ്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയുക. ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്, സ്റ്റഡി ഓഫ് മോഷൻ ആണ്. ഇപ്പൊ അവിടെ ഇലക്ട്രിക് ചാർജ് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രിക് ചാർജസിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് പ്രോപ്പർട്ടീസ് ഓഫ് മൂവിംഗ് ചാർജസ്. ഇലക്ട്രിക് ചാർജ് പോസിറ്റീവ് ചാർജ് ആണെങ്കിലും നെഗറ്റീവ് ചാർജ് ആണെങ്കിലും ഫ്ലോ ചെയ്യാം. ഏത് ചാർജ് ഫ്ലോ ചെയ്താലും ദാറ്റ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രിക് കറണ്ട്. ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് വിൽ പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക് കറണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ അതിന് പോസിറ്റീവ് ചാർജ് തന്നെ ഫ്ലോ ചെയ്യണമെന്നില്ല, നെഗറ്റീവ് ചാർജ് തന്നെ ഫ്ലോ ചെയ്യണമെന്നില്ല. ചാർജർ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക, അത് അയോൺസ് ആണെങ്കിലും ഇലക്ട്രോൺസ് ആണെങ്കിലും ഏതായാലും ചാർജർ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ദർ വിൽ ബി ആൻ ഇലക്ട്രിക് കറണ്ട്. ഇപ്പൊ കറണ്ട് എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ ഫ്ലോ എന്നേ ഉള്ളൂ. അപ്പൊ അത് എയർ കറണ്ട് ആകാം. ഇപ്പൊ എയർ മോളിക്യൂൾസ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് എയർ കറണ്ട്. വാട്ടർ മോളിക്യൂൾസ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് വാട്ടർ കറണ്ട്. അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് ചാർജസ്, ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഈ ചാർജ് മൂവ് ചെയ്താൽ ദാറ്റ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രിക് കറണ്ട്. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ കറണ്ട് എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ കറണ്ട് വന്നു പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഇലക്ട്രിക് കറണ്ടാണ്. ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നതെന്ന് ചുരുക്കം. ഇപ്പൊ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകണമെങ്കിൽ ഫ്ലോ ഓഫ് ചാർജസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇലക്ട്രിക് ചാർജസ് ഫ്ലോ ചെയ്യണം. അപ്പോഴാണ് അത് ഇലക്ട്രിക് കറണ്ട് ആയിട്ട് മാറുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയറിൽ നമ്മൾ മെഷർ ചെയ്യുന്നു. ഇപ്പം 1 ആംപിയർ എന്ന് പറഞ്ഞാൽ ഒരു കൂളംബ് ചാർജ് 1 സെക്കൻഡ് സമയത്തേക്ക് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കറണ്ടിന് 1 ആംപിയർ കറണ്ട് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ചാർജ് മൂവിങ് ആസ് കറണ്ട്, ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സ്ട്രീം ഓഫ് മൂവിങ് ചാർജസ്. ഞാൻ പറഞ്ഞു സ്ട്രീം ഓഫ് മൂവിങ് ചാർജ് മൂവ് ചെയ്താൽ ദാറ്റ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രിക് കറണ്ട്. അപ്പൊ ആ കറണ്ട് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, അതായത് നമ്മുടെ നെർവ് ഇമ്പൾസ്, വളരെ നെഗ്ലിജിബിളി സ്മോൾ ആയിട്ടുള്ള ഒരു ഇമ്പൾസ്, ആ ഒരു രീതിയിൽ തുടങ്ങി വളരെ ലാർജ് മാഗ്നിറ്റ്യൂഡുള്ള സോളാർ വിൻഡ് വരെ ഈ കറണ്ടിനകത്ത് വരുന്നുണ്ട്. there must be a net flow of electric charges towards one direction. അത് പ്രധാനമാണ്. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഈ ചാർജിന്റെ ഒരു നെറ്റ് ഫ്ലോ ഉണ്ടാകും. അതല്ലാതെ വെറുതെ ചാർജസ് മൂവ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇലക്ട്രിക് കറണ്ട് അത് ഉണ്ടാക്കത്തില്ല. ഇപ്പോൾ ഒരു കണ്ടക്ടർ നമ്മളുണ്ട്. കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഇപ്പൊ ആവറേജ് കണ്ടക്ടിവിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ യൂണിറ്റ് വോളിയം എടുത്താൽ അതിന് 10⁻38 നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. 10⁻38 എന്ന് പറയുന്നത് വളരെ ലാർജ് നമ്പറാണ്. ആ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് വെറുതെ അവിടെ ഇരിക്കുമല്ല. ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് മൂവ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. റാൻഡം ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ അത് ഗ്യാസ് മോളിക്യൂൾസ് പോലെ. അതുകൊണ്ട് നമ്മൾ ഈ ഫ്രീ ഇലക്ട്രോൺസിനെ ഇലക്ട്രോൺ ഗ്യാസസ് എന്നും വിളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഫ്രീ ഇലക്ട്രോൺസ് റാൻഡം ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ നെറ്റ് കറണ്ട് ഫ്ലോ ഇല്ല. അതുകൊണ്ട് തന്നെ കണ്ടക്ടറിനകത്തൂടെ കറണ്ട് ഇല്ല. ഇപ്പൊ വെറുതെ ഒരു കണ്ടക്ടർ എടുത്താൽ, ഇപ്പൊ കോപ്പറോ അലുമിനിയോ ഏതെങ്കിലും ഒരു മെറ്റൽ എടുത്താൽ ആ മെറ്റലില് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലും ആ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിലും അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് നമ്മൾ പറയുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഒരു നെറ്റ് കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഈ മോളിക്യൂൾസ് മോളിക്യൂൾസ് അല്ല, ഈ പറഞ്ഞ ഫ്രീ ഇലക്ട്രോൺസ് റാൻഡം ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു നെറ്റ് ഡയറക്ഷനിൽ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ഓഫ് കോപ്പർ കണ്ടക്ടർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇപ്പോൾ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ ആ കണ്ടക്ടറിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് റാൻഡം ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിന്റെ വെലോസിറ്റി അത്ര കുറവൊന്നുമല്ല. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഏതാണ്ട് 10⁵ മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്ന ആ ഒരു വെലോസിറ്റിയിൽ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്.
അത് ചെറിയ വെലോസിറ്റി അല്ല, അതിനെ നമ്മൾ തെർമൽ സ്പീഡ് എന്നാണ് വിളിക്കുക. തെർമൽ സ്പീഡ്. റൂം ടെമ്പറേച്ചർ ഇപ്പൊ 30 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ആവറേജ് കണ്ടക്ടിവിറ്റി ഉള്ള ഒരു മെറ്റൽ എടുത്താൽ ആ മെറ്റലിലുള്ള ഫ്രീ ഇലക്ട്രോൺസ്, ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 10⁵ മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ അല്ലെങ്കിൽ സ്പീഡിൽ അത് റാൻഡം ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടും അതിനകത്തൂടെ കറണ്ട് ഒഴുകുന്നില്ല. അപ്പൊ അതിന് കാരണം എന്ന് പറയുന്നത് നെറ്റ് ഡയറക്ഷനിൽ എന്തില്ല, ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഇല്ല. ഇലക്ട്രോൺസ് ജസ്റ്റ് മൂവ് റാൻഡംലി. ദ ചാർജ് ഫ്ലോയിങ് to the one direction is equal to those flowing in the other direction. അതായത് നെറ്റ് ചാർജ് ക്യാൻസൽ ചെയ്തു പോകുന്നു എന്ന് ചുരുക്കം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലെ ഫ്ലോ ക്യാൻസൽ ചെയ്തായി പോകുന്നു. ഇതുപോലെയാണ് ഒരു കണ്ടക്ടർ ഇരിക്കുക. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കണ്ടക്ടറാണ് ഐസൊലേറ്റഡ് കണ്ടക്ടർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പൊ അതിനകത്ത് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്, ബട്ട് നോ ഇലക്ട്രിക് കറണ്ട്. അപ്പൊ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കണ്ടക്ടറാണ്. കണ്ടക്ടറിനകത്ത് ചാർജസ് ഞാൻ പറഞ്ഞു ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ആ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് ഗ്യാസ് മോളിക്യൂൾസ് റാൻഡം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, പക്ഷെ അതിനകത്തൂടെ കറണ്ട് ഇല്ല. ഒരു നെറ്റ് കറണ്ട് ഫ്ലോ അതിനകത്തൂടെ ഇല്ല. റാൻഡം ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്തതിന്റെ ഫലമായിട്ട് അതിന്റെ മൂവ്മെന്റ്സിന്റെ ടോട്ടൽ ചാർജ് ഫ്ലോ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ക്യാൻസൽ ചെയ്ത് പോകണം. പിന്നെ അതിനകത്ത് നമ്മൾ കണ്ടക്ട് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു കണ്ടക്ടറാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടക്ടറിന്റെ 2 എൻഡുകൾക്ക് ഇടയ്ക്ക് നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്തിരിക്കുക. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും അതിന്റെ 2 എൻഡുകളിൽ കണക്ട് ചെയ്യുക. അപ്പോൾ എന്താ അവിടെ ഉണ്ടായി? അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്തു. ആ കണ്ടക്ടറിന്റെ 2 എൻഡിലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ആ കണ്ടക്ടറിനകത്തൂടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അതിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ടെർമിനലിലേക്ക് ഇലക്ട്രോൺസിനെ ആകർഷിക്കപ്പെടും. ഇപ്പൊ ഇതിലുള്ള ഫ്രീ ഇലക്ട്രോൺസിനെ ആ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ അട്രാക്ട് ചെയ്യും. അതുപോലെ നെഗറ്റീവ് ടെർമിനലിൽ ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് പോസിറ്റീവ് ടെർമിനലിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു. അപ്പൊ ഇലക്ട്രോൺസ് ഫ്ലോ പോസിറ്റീവ് ടെർമിനലിലേക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന് നേരെ തിരിച്ചുള്ള ഡയറക്ഷൻ, റിവേഴ്സ് ഡയറക്ഷനിൽ, ആ റിവേഴ്സ് ഡയറക്ഷനിലാണ് അവിടെ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷനായിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ നമ്മൾ കൺവെൻഷനലായിട്ട് അങ്ങനെയാണ് കറണ്ടിന്റെ ഡയറക്ഷൻ എടുക്കുക. പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുമെങ്കിൽ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു ആ ഡയറക്ഷനാണ് കറണ്ടിന്റെ കൺവെൻഷണൽ ഡയറക്ഷനായിട്ട് നമ്മൾ എടുക്കുന്നത് എന്ന് ചുരുക്കം. ഇപ്പൊ കറണ്ട് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി നമ്മൾ പറയും. ഇപ്പൊ കറണ്ട് ഡയറക്ഷൻ ഇല്ല. അതായത് കറണ്ട് ഇസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടക്ടർ അത് വടക്കോട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ 1 ആംപിയർ കറണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ തെക്കോട്ട് തിരിച്ചു വെച്ചാലും ആ കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ തന്നെയാണ്. ഏത് ഡയറക്ഷനിൽ വെക്കുന്നു എന്നുള്ളത് പ്രസക്തമല്ല. തെക്കോട്ട് വെച്ചാലും കിഴക്കോട്ട് വെച്ചാലും പടിഞ്ഞാറോട്ട് വെച്ചാലും ഏത് ഡയറക്ഷനിൽ വെച്ചാലും ആ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആണെങ്കിൽ 1 ആംപിയർ എന്ന് പറയുന്നത് ഡയറക്ഷൻ മാറ്റിയാലും അതിന്റെ വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. അതാണ് സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുക എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ അവിടെ ഇല്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കെയിലേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ കറണ്ടിനെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇലക്ട്രിക് കറണ്ട് ഈസ് മൂവിങ് അലോങ് എ കണ്ടക്ടർ ഹാസ് ഓൺലി 2 പോസിബിൾ ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏതറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് ഒഴുകുന്നു, ഒന്നെങ്കിൽ എടുത്തുനിന്ന് വലത്തോട്ടോ അല്ലെങ്കിൽ വലത്തുനിന്ന് ഇടത്തോട്ടോ എന്നുള്ള 2 ഡയറക്ഷൻസേ അവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ എന്നുകൊണ്ട് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുക. അതല്ലാതെ ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ല. ഇലക്ട്രിക് കറണ്ട്സ് ആർ സ്കെയിലേഴ്സ്. ആഡിങ് ആൻഡ് സബ്ട്രാക്ടിങ് ദ കറണ്ട് ഡസ് നോട്ട് കൺസിഡർ ഇറ്റ്സ് ഓറിയന്റേഷൻ ഓഫ് ദ കണ്ടക്ടർ ഇൻ സ്പേസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറണ്ട് കടന്നു പോകുന്ന കണ്ടക്ടറിനെ ഏത് ഓറിയന്റേഷനിൽ വെച്ചാലും അതിൽ കറണ്ടിന്റെ വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് നമ്മൾ പറയുന്നു കറണ്ട് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. പിന്നെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് ഇപ്പം നമ്മൾ പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇൻ റിയാലിറ്റി ഇലക്ട്രിക് കറണ്ട് ആർ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് അലോങ് ദ കണ്ടക്ടർ. അപ്പോൾ അതുകൊണ്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ചാർജ് എവിടെ നിന്ന് എങ്ങോട്ട് ഒഴുകുന്നു എന്നുള്ള അതാണ് അവിടെ ഡയറക്ഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. പോസിറ്റീവ് ചാർജ് ഏത് ഭാഗത്തുനിന്ന് ഏത് ഭാഗത്തേക്ക് ഫ്ലോ ചെയ്യുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമ്മൾ കൺവെൻഷണൽ ആയിട്ട് കറണ്ടിന്റെ ഡയറക്ഷൻ ആയിട്ട് നമ്മൾ പറയുക. അതായത് കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് മാത്രം സൂചിപ്പിക്കുന്നതാണ്. അതല്ലാതെ വെക്ടർ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷനും ഇതുമായിട്ട് വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഫോർ ഹിസ്റ്റോറിക്കൽ റീസൺസ് അല്ലെങ്കിൽ ആർബിട്രറി ആയിട്ട് കറണ്ട് ഈസ് ട്രീറ്റഡ് ആസ് എ ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജസ് ടു ദ ഡയറക്ഷൻ opposite to that of actual movement of electrons.
അപ്പം ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണെന്ന് നമുക്കറിയാം. ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ആ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കറണ്ടിന്റെ കൺവെൻഷണൽ ഡയറക്ഷൻ വരുന്നത് എന്ന് ചുരുക്കം. അപ്പൊ അതാണ് കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്നത്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. കറണ്ട് strength at a point in a conductor is the charges flowing normally through an area per second. അപ്പോൾ അതാണ് ഇലക്ട്രിക് കറണ്ട് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. ഏതെങ്കിലും ഒരു കണ്ടക്ടർ എടുത്താൽ കണ്ടക്ടറിലൂടെ നോർമലായിട്ട് ഒഴുകുന്ന ചാർജിന്റെ അളവ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അതിന്റെ SI യൂണിറ്റ് ആംപിയർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് ക്യൂ ചാർജ് t സെക്കൻഡ് സമയത്തേക്ക് ഏതെങ്കിലും ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ I എന്ന് പറയുന്നതാണ് ഇന്റൻസിറ്റി ഓഫ് കറണ്ട്. ആ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് പറയുന്നത് Q/T ആണ്. വേർ I ഇസ് കറണ്ട്, അത് ആംപിയറിൽ മെഷർ ചെയ്യുന്നു. Q എന്ന് പറയുന്നത് ചാർജ് ആണ്, അത് കൂളംബിൽ മെഷർ ചെയ്യുന്നു. T എന്ന് പറയുന്നത് ടൈമാണ്. ഇപ്പൊ ഇത് സ്റ്റഡി കറണ്ട് ആണെങ്കിൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് സ്റ്റഡി കറണ്ട് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നില്ല, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ടൈം ടേക്കൻ എടുത്താൽ നമുക്ക് അതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഇന്റൻസിറ്റി കണ്ടുപിടിക്കാം. എന്നാൽ കറണ്ട് എപ്പോഴും സ്റ്റഡി ആയിട്ട് നിൽക്കണമെന്നില്ല, കറണ്ട് വേരി ചെയ്യാം. അപ്പൊ അങ്ങനെ കറണ്ട് വേരി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ വേരിയബിൾ കറണ്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നമ്മൾ കറണ്ട് മെഷർ ചെയ്യും. ഏത് സമയത്താണ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നത്, ആ സമയത്തെ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്തേക്ക് അതിലൂടെ കടന്നു പോകുന്ന ചാർജ് dq എന്ന് പറയുന്ന സ്മോൾ ചാർജ് dt ടൈമിൽ ആ കണ്ടക്ടറിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റ്ലി സ്മോൾ ആണ്, dq dt ഇൻഫിനിറ്റ്ലി സ്മോൾ ആണ്. അപ്പൊ dq/dt എന്ന് പറയുന്നതാണ് ആ സമയത്തെ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ആ മെഷർ ചെയ്യുന്ന സമയത്തെ ഇൻസ്റ്റന്റേനിയസ് കറണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ വാല്യൂ ആണ് ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുക. ഡെഫിനേഷൻ ഓഫ് 1 ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൂളം ചാർജ് ഒരു സെക്കൻഡ് സമയത്തേക്ക് ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ കറണ്ടിനെ നമ്മൾ 1 ആംപിയർ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇഫ് 1 കൂളം ചാർജ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ പെർ സെക്കൻഡ്, കറണ്ട് ഈസ് സെഡ് ടു ബി 1 ആംപിയർ. അപ്പോൾ അതായത് Q 1 കൂളം കൊടുക്കുക, T എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണെങ്കിൽ 1 ആംപിയർ കറണ്ട് ആണ് എന്ന് നമ്മൾ പറയും. കറണ്ടിന്റെ കൺവെൻഷണൽ ഡയറക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നു. കൺവെൻഷണൽ കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ രണ്ട് പ്ലേറ്റുകൾ, ഒന്ന് പോസിറ്റീവ് പൊട്ടൻഷ്യലും മറ്റൊരു നെഗറ്റീവ് പൊട്ടൻഷ്യലുള്ള രണ്ട് പ്ലേറ്റുകൾ. അപ്പൊ അതിനിടയ്ക്ക് ചാർജ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നു. പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്നത് വലത്തേക്കായിരിക്കും ഫ്ലോ ചെയ്യുള്ളൂ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ. ഇടത്ത് സൈഡിലിരിക്കുന്ന പോസിറ്റീവ് പ്ലേറ്റ് അതിനെ റിപ്പൽ ചെയ്തിട്ട് വലത്തെ സൈഡിലേക്ക് വിടും. അപ്പൊ കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് വലത്തേക്കായിരിക്കും. പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് ഫ്ലോ ചെയ്യോ അതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. കൺവെൻഷണൽ കറണ്ട് ഈസ് ദ current whose direction is along the direction of motion of positive charge under the action of electric field. ഇലക്ട്രിക് ഫീൽഡിന്റെ ഫലമായിട്ട് പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് ഫ്ലോ ചെയ്യോ അതാണ് കറണ്ടിന്റെ കൺവെൻഷണൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്നത് പോലെ നെഗറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നെഗറ്റീവ് ചാർജസ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ശ്രദ്ധിക്കുക. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ടിന്റെ കൺവെൻഷണൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. കൺവെൻഷണൽ കറണ്ട് ഡ്യൂ ടു ദ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ടിന്റെ ഡയറക്ഷനായിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മളൊരു കണ്ടക്ടറിലേക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഈ പറഞ്ഞ രീതിയിൽ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടും. ഇലക്ട്രോൺസ് പോസിറ്റീവ് പൊട്ടൻഷ്യലിന്റെ സമീപത്തോട്ട് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്ന വെലോസിറ്റിനെയാണ് നമ്മൾ ആവറേജ്, ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്ന ആവറേജ് വെലോസിറ്റിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ഇലക്ട്രോൺസ് ആർ ഡ്രിഫ്റ്റഡ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ ഇവിടെ ഒരു കണ്ടക്ടർ നമ്മൾ എടുത്തിരിക്കുന്നു. അപ്പോൾ ആ കണ്ടക്ടറിന് L ലെങ്ത് ഉണ്ട്, സിലിണ്ടറിക്കൽ ഷേപ്പുള്ള. അപ്പോൾ അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ A ആണ്. അതിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നു. V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അവിടെ കാണിച്ചിരിക്കുന്നു, വലത്തേക്കാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫലമായിട്ട് ഇലക്ട്രോൺസ് ഇതുപോലെ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു. പോസിറ്റീവ് പൊട്ടൻഷ്യലേക്ക് ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അതുമൂലം അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്ന ഈ വെലോസിറ്റി, അതിനെയാണ് നമ്മൾ
ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ഇലക്ട്രോൺസ് ആർ ഡ്രിഫ്റ്റഡ് അങ്ങോട്ടാണ് ടുവേർഡ്സ് ദ പോസിറ്റീവ് ടെർമിനൽ അണ്ടർ ദ ഇഫക്റ്റ് ഓഫ് ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ ഇലക്ട്രോൺസിന് ഡ്രിഫ്റ്റ് ഉണ്ടാകുന്നില്ലായിരുന്നു. ഇവിടെ കാണിച്ചതുപോലെ ഇലക്ട്രോൺസ് എല്ലാം അതുപോലെ സുഗമമായിട്ട് അങ്ങ് ഒഴുകുകയാണെന്ന് വിചാരിക്കരുത്. ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വെലോസിറ്റി ഉള്ളൂ. 10⁻³ മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്ന വളരെ ഒരു ചെറിയ ഒരു വെലോസിറ്റിയിൽ മാത്രമാണ് ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. നേരത്തെ ഒരു വെലോസിറ്റിയെ കുറിച്ച് പറഞ്ഞായിരുന്നു, തെർമൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ തെർമൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 10⁵ മീറ്റർ/സെക്കൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന് തോന്നിയ ഡയറക്ഷൻ റാൻഡം ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് അതിന്റെ ആ മൂവ്മെന്റ് എല്ലാം കൂടെ നിർത്തി മൊത്തത്തിലോടുകൂടി അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് ധരിക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആനിമേഷൻ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ ഇലക്ട്രോൺസും ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺസിന് ചെറിയ പോസിറ്റീവ് പൊട്ടൻഷ്യലിന്റെ സൈഡിലേക്ക് വളരെ ചെറിയ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഡ്രിഫ്റ്റ് മാത്രമേ അവിടെ ഉണ്ടാകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കണം. സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ആണെങ്കിൽ ഇലക്ട്രോൺസ് അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് അതിലൂടെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ റിയൽ കേസിനകത്ത് ഫ്രീ ഇലക്ട്രോൺസും പോസിറ്റീവ് അയോൺസുമായിട്ടാണ് സോളിഡ് കണ്ടക്ടറിനകത്ത് മാറ്റർ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുക. അപ്പോൾ ഈ പോസിറ്റീവ് അയോൺസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോൺസിന്റെ ഫ്ലോയ്ക്ക് ഒരു തടസ്സം സൃഷ്ടിക്കുകയാണ്, അതായത് റെസിസ്റ്റൻസ് അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ പോസിറ്റീവ് അയോൺസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ അപേക്ഷിച്ച് വളരെ മാസീവാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് അയോൺസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഇലക്ട്രോൺസ് നെഗ്ലിജിബിളി അതിന് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടാണ് ഇലക്ട്രോൺസ് അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് ചുരുക്കം. അപ്പൊ അങ്ങനെ ഒരു ഇലക്ട്രോൺ ഇടത് സൈഡിൽ നിന്ന് വലത് സൈഡിലേക്ക് വരുമ്പോൾ അത് കോടിക്കണക്കിന് കൊളീഷൻസിന് വിധേയമാകുന്നുണ്ട്. കൊളീഷൻസ് ബിറ്റ്വീൻ ദീസ് പോസിറ്റീവ് അയോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. അപ്പൊ അങ്ങനെ ഈ കൊളീഷൻസിന് ലാർജ് നമ്പർ ഓഫ് കൊളീഷൻസിന് വിധേയമായിട്ടാണ് ഇലക്ട്രോൺസ് ഒരു അറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് ആദ്യമേ അതിന്റെ വെലോസിറ്റി ഇല്ലായിരുന്നു, റെസ്റ്റ് ഇരിക്കുകയായിരുന്നു. നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ അതിന് വെലോസിറ്റി കിട്ടി. അപ്പൊ ആ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം v=u+at എന്നുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ vd എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ദാറ്റ് വിൽ ബി ആക്സിലറേഷൻ ഇൻടു ടൈം. അപ്പൊ ആ ടൈം എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആക്സിലേറ്റ് ചെയ്ത് അടുത്ത പോസിറ്റീവ് അയണിൽ പോയി ഇടിച്ച് നിന്നു. ആ നിൽക്കുന്ന സമയം, അതായത് എത്രമാത്രം സമയം ഇലക്ട്രോൺസ് ആ ഒരു ഇലക്ട്രോൺ ആക്സിലേറ്റ് ചെയ്യപ്പെട്ടോ അതിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പൊ റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ആവറേജ് ടൈം ഡിഫറൻസ് അല്ലെങ്കിൽ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്, തുടർച്ചയായിട്ടുള്ള കൊളീഷൻസ് അത് തമ്മിൽ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് ആൻഡ് പോസിറ്റീവ് അയോൺസ്. ഇലക്ട്രോൺസും പോസിറ്റീവ് അയോൺസും തമ്മിൽ തുടർച്ചയായിട്ട് കോടിക്കണക്കിന് കൊളീഷൻസിന് വിധേയമായിട്ടാണ് ഒരറ്റത്ത് നിന്ന് മറ്ററ്റത്തേക്ക് ഇലക്ട്രോൺസ് എത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള കൂട്ടിയിടികൾക്കിടയ്ക്കുള്ള തുടർച്ചയായിട്ടുള്ള കൂട്ടിയിടികൾക്കിടയ്ക്കുള്ള കൊളീഷൻസിനിടയ്ക്കുള്ള ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം ടി എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ എടുത്തിരിക്കുക. അപ്പോൾ കൂട്ടിയിടിച്ച് നിൽക്കുമ്പോൾ അതിന്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് നിൽക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് a/t ആണ്. a എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. അപ്പൊ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ബൈ മാസ് ആണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റൽ E ഉണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ഓരോ ഇലക്ട്രോണിലും ഓരോ ഫ്രീ ഇലക്ട്രോണിലും അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് Q/E ആണ്. അതായത് ക്യൂവിന്റെ സ്ഥാനത്ത് അവിടെ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് കൊടുക്കുക, E/E എന്ന് പറയുന്നതാണ് ഓരോ ഇലക്ട്രോണിലും അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫോഴ്സ്. ആ ഫോഴ്സിന്റെ ഫലമായിട്ടാണ് ഇത് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ ഫോഴ്സ് ബൈ മാസ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആയി. ഇപ്പൊ ഈ സ്മോൾ ഇ ക്യാപിറ്റൽ E ബൈ m എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കിട്ടും. അപ്പൊ അതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടിന്റെ സ്ട്രെങ്തും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പൊ കറണ്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടാണ് ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ Q/T ആണ്. Q എന്ന് പറഞ്ഞാൽ ചാർജ് ഫ്ലോയിങ്, ടോട്ടൽ ചാർജ് ഫ്ലോയിങ്, T എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് പാസേജ്. ഇവിടെ ഈ കണ്ടക്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. ഇപ്പൊ ക്രോസ് സെക്ഷണൽ ഏരിയ A/L എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ πr²L. πr² എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ A ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ. ഇപ്പൊ A/L എന്ന് പറയുന്നതാണ് വോളിയം. ഇതിനകത്ത് സ്മോൾ n എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, അതിനെ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് എന്നും വിളിക്കും. നമ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. അപ്പൊ അത് സ്മോൾ n ആണെങ്കിൽ ടോട്ടൽ ഇതിനകത്ത്
ഉള്ള ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്ര വരും? നമ്പർ ഡെൻസിറ്റിനെ വോളിയം കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് n ഇൻറ്റു വോളിയം, a ഇൻറ്റു എൽ എന്ന് പറയുന്നതാണ് വോളിയം. അപ്പോൾ n ഇൻറ്റു a ഇൻറ്റു എൽ എന്ന് പറയുന്നതാണ് Q. അത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ ഓരോ ഫ്രീ ഇലക്ട്രോണിന്റെയും ചാർജ് E വെച്ചാകുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിനെ ഓരോ ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ ചാർജ് നമുക്ക് കിട്ടുന്നു. അതായത് Q വിൽ ബി ഈക്വൽ ടു NaL ഇൻറ്റു E എന്ന് പറയുന്നതാണ് Qവിന്റെ വാല്യൂ ബൈ T എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഇക്വേഷൻ, കറണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പൊ കറണ്ടിന്റെ ഇക്വേഷനകത്ത് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു NaE ഇൻറ്റു VD എന്ന് പറയും. VD എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഇക്വേഷൻ ശ്രദ്ധിക്കണം. ഇന്റൻസിറ്റി ഓഫ് കറണ്ട് I ഈസ് ഈക്വൽ ടു NaE into VD, where N is the number density of free electrons, E small e എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ചാർജ്, ക്യാപിറ്റൽ A എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ, VD എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ട് സ്ട്രെങ്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് ചുരുക്കം. ഇവിടെ നമുക്ക് മൂന്ന് തരത്തിലുള്ള വെലോസിറ്റികളെ കുറിച്ച് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞത് തെർമൽ സ്പീഡ് എന്ന് പറയുന്നതാണ്. ഫ്രീ ഇലക്ട്രോൺസ് നമ്മൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്താലും ചെയ്തില്ലെങ്കിലും റാൻഡം ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ തെർമൽ സ്പീഡ് എന്നാണ് വിളിക്കുന്നത്. 10⁵ മീറ്റർ പെർ സെക്കൻഡ് ആവറേജ് തെർമൽ സ്പീഡ് ഉണ്ട്. അതുപോലെ ഡ്രിഫ്റ്റ് വെലോസിറ്റി പറഞ്ഞു. ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്ന ആവറേജ് വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ വളരെ കുറവുള്ളെന്ന് പറഞ്ഞു. 10⁻³ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ഒരു സെക്കൻഡിലേ അതിനുള്ളൂ. പിന്നെ മൂന്നാമതൊരു വെലോസിറ്റി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് കറണ്ട്, ഇലക്ട്രിക് കറണ്ട് ആണ്. അതല്ലെങ്കിൽ സ്പീഡ് ഓഫ് വെലോസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയും. അപ്പൊ വെലോസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് അപ്പൊ നമുക്കറിയാം, നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതേ സമയത്ത് ലൈറ്റ് ഓൺ ആകുന്നു, അതല്ലെങ്കിൽ ആ ഉപകരണം വർക്ക് ചെയ്യുന്നു. അവിടെ ടൈം ഗ്യാപ്പ് ഇല്ല. മാക്സിമം പോസിബിൾ സ്പീഡിലാണ് കറണ്ട് സഞ്ചരിക്കുന്നത്. അതായത് മൂലമറ്റം പവർ സ്റ്റേഷനിൽ ആ ലൈൻ ചാർജ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ലൈൻ എത്തുന്നു, നമുക്കിവിടെ ഇലക്ട്രിസിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ദർ ഇസ് നോ ടൈം ലാഗ് എന്ന് പറയുമ്പോൾ മൂലമറ്റം പവർ സ്റ്റേഷനിലുള്ള ആ കണ്ടക്ടറിന്റെ അങ്ങേ അറ്റത്തിരിക്കുന്ന ഇലക്ട്രോൺ അവിടെ നിന്ന് ഒഴുകി ഇവിടെ എത്തുകയല്ല എന്ന് വിചാരിക്കണം. അപ്പൊ അവിടെ ചാർജ് ചെയ്യുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള കണ്ടക്ടറിൽ രൂപപ്പെടുന്നു. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്തൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നു. ആ ഫീൽഡാണ് മാക്സിമം വെലോസിറ്റിയിൽ ഇങ്ങോട്ട് കടന്നു വരുന്നത്. അതല്ലാതെ അവിടെ ഇരിക്കുന്ന അതിന്റെ കണ്ടക്ടറിന്റെ അങ്ങേ തലക്കിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ അവിടെ നിന്ന് ഒഴുകി ഇവിടെ ലൈറ്റിന്റെ സ്പീഡിൽ, മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ സ്പീഡാണ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് മാക്സിമം പോസിബിൾ സ്പീഡ് എന്ന് പറയുന്നത്. ആ സ്പീഡിൽ ഇലക്ട്രോൺസ് ഒഴുകി നമ്മുടെ വീട്ടിലെത്തി എന്ന് വിചാരിക്കരുത്. ഇലക്ട്രിക് ഫീൽഡ് ഈ പറയുന്ന സ്പീഡിൽ കണ്ടക്ടറിന് അതോടെ കടന്നു പോരുന്നു. അവിടെ എവിടെയെങ്കിലും ബ്രേക്കേജ് ഉണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ബ്രേക്ക് ആവും, ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോരത്തുമില്ല. അപ്പൊ ആ ഇലക്ട്രിക് ഫീൽഡാണ് ഈ പറയുന്ന മാക്സിമം സ്പീഡിൽ കടന്നു പോരുന്നത്. അപ്പൊ നമ്മൾ കണ്ട 3 വെലോസിറ്റികൾ, ഒന്ന് ഡ്രിഫ്റ്റ് വെലോസിറ്റി, അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ശ്രദ്ധിക്കുക, 10⁻³ മീറ്റർ പെർ സെക്കൻഡേ ഉള്ളൂ. തെർമൽ സ്പീഡ് എന്ന് പറയുന്നത് 10⁵ മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. അത് നമ്മൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഉണ്ട്, പക്ഷെ അത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇത് രണ്ടുമല്ല കറണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. അത് മാക്സിമം സ്പീഡ് ലൈറ്റിന്റെ സ്പീഡ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഈ കറണ്ടിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ലോ ആണ് ഓംസ് ലോ. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, വെൻ ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സെയിം ആയിട്ട് നിൽക്കുക, ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ 2 ends ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ ടെമ്പറേച്ചറെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് അതിന്റെ 2 എൻഡുകൾക്കിടയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് തുല്യമാണ്. അപ്പൊ I എന്ന് പറയുന്ന കറണ്ട് ആണ്, V പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എങ്കിൽ I ഈസ് പ്രൊപ്പോർഷണൽ ടു V ആയിരിക്കും, ഓർ V ഈസ് പ്രൊപ്പോർഷണൽ ടു I എന്ന് എഴുതാം. അതിനകത്ത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ് R. V ഈസ് ഈക്വൽ ടു R × I എന്ന് എഴുതാം. അപ്പൊ ആ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിനെയാണ് നമ്മൾ അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വിയും ഐയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഗ്രാഫാണ് കിട്ടുക. അതായത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് ഇതേപോലെ ഒരു സ്ലോപ്പുള്ള സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതേ രീതിയിലാണ് നമുക്ക്
ഓംസ് ലോയുടെ വോൾട്ടേജും കറണ്ടും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും നമ്മൾ ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടക്ടറിന്റെ രണ്ട് എൻഡിൽ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഐ കറണ്ട് ആണെങ്കിൽ വിയും ഐയും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ ഈ രീതിയിലുള്ള ഗ്രാഫാണ് കിട്ടുക. അപ്പോൾ ജോർജ് ഓം എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ലോ സജസ്റ്റ് ചെയ്ത്, അതുകൊണ്ട് അയാളുടെ പേരിൽ ലോ അറിയപ്പെടുന്നു, ഓംസ് ലോ എന്ന് ഇത് അറിയപ്പെടുന്നു. According to Ohm's law, potential difference V is proportional to I, or V is equal to a constant R into I, where R is a constant called resistance of the conductor. But this can be written as I is equal to V by R എന്ന് എഴുതാം. അപ്പോൾ അത് കറണ്ട് എന്ന് പറയുന്നതാണ്. Therefore, the current is directly proportional to potential difference. The current is അതുപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുതലുള്ള ഒരു മെറ്റീരിയലിൽ കൂടിയാണെങ്കിൽ കറണ്ട് വളരെ കുറച്ച് അതിനകത്തൂടെ കടന്നു പോകുള്ളൂ എന്ന് ചുരുക്കം. ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് ഓരോ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതിന്റെ ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത് അതിലുള്ള ഫ്രീ ഇലക്ട്രോൺസ്, ആ ഫ്രീ ഇലക്ട്രോൺസിന്റെ ഫ്രീ ആയിട്ടുള്ള ഫ്ലോയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന പോസിറ്റീവ് അയൺസ്. പോസിറ്റീവ് അയൺസ് ഇതിന്റെ മൂവ്മെന്റിനെ തടയും. ഇപ്പോൾ കൂടുതൽ സൈസ് ഉള്ള പോസിറ്റീവ് അയൺ ആണെങ്കിൽ കൂടുതൽ ശക്തമായിട്ട് പ്രതിരോധിക്കും ഈ പറഞ്ഞ ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെ. അപ്പോൾ അതിൽ ഓരോ അയോൺസിന്റെയും പ്രത്യേകതകൾ അനുസരിച്ചിട്ട് ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസിന് വ്യത്യാസം ഉണ്ടാവും. ചിലതിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയലിൽ കൂടി ആണെങ്കിൽ കറണ്ട് സുഗമമായിട്ട് കടന്നു പോകും. റെസിസ്റ്റൻസ് കൂടുതലുള്ള ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് പോലുള്ളതാണെങ്കിൽ അത് പ്രതിരോധം വളരെ കൂടുതലായിരിക്കും. കറണ്ട് ഫ്ലോ സുഗമമായിട്ട് ഇലക്ട്രോൺസിനെ അതിനകത്ത് കടത്തിവിടത്തില്ല എന്ന് ചുരുക്കം. അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിൽ അതിനകത്ത് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാം റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ ടു ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അതായത് R is equal to V by I എന്ന് നമുക്ക് എഴുതാം. R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്, അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഡിവൈഡ് ബൈ I എന്ന് നമുക്ക് എഴുതാം. ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഓംസിലാണ്, ജോർജ് ഓമിന്റെ പേരിലാണ്. ഓം എന്ന് പറയുന്നതാണ് ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ SI യൂണിറ്റ് ഓം, ഇപ്പോൾ 1 ഓം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 ആംപിയർ കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ കടത്തിവിട്ടാൽ അതിന്റെ രണ്ട് എൻഡുകൾക്കിടയ്ക്ക് 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് രൂപപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓം ആണെന്ന് പറയും. അതായത് V 1 വോൾട്ട് ആവുക, I എന്ന് പറയുന്നത് 1 ആംപിയർ ആവുക. അപ്പോഴാണ് നമ്മൾ പറയുന്നത് അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓം ആണ്. ഈ റെസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് 3-4 ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടറാണ്. ഇപ്പോൾ കൂടുതൽ ലെങ്ത് ഉണ്ടെങ്കിൽ കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അത്രയും കൂടുതൽ ദൂരം ഇലക്ട്രോൺസിന് അതിനകത്തൂടെ ഫ്ലോ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കറണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലാക്കണം. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. അതുപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമായിട്ട് ബന്ധമുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയാം. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പോൾ ഏരിയയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓർ തിക്നെസ് ഓഫ് എ കണ്ടക്ടർ. എന്ന് പറഞ്ഞാൽ കൂടുതൽ വണ്ണമുള്ള കണ്ടക്ടേഴ്സിന്, കമ്പികൾക്ക് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതുപോലെ തിരിച്ചും. അതുപോലെ നേച്ചർ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് കണ്ടക്ടർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചിലത് വളരെ പ്രതിരോധം കുറവുള്ള സബ്സ്റ്റൻസ് ആണ് കണ്ടക്ടേഴ്സ്, ചിലത് പ്രതിരോധം കൂടുതലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ വസ്തുക്കളുടെയും നേച്ചർ അനുസരിച്ചിട്ട് ഈ റെസിസ്റ്റൻസിന് വ്യത്യാസം ഉണ്ടാകും. അതിലെ പോസിറ്റീവ് അയൺസിന്റെ സൈസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ഇരിക്കുന്നത്. അതുപോലെ 4-മത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ദ കണ്ടക്ടറാണ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് കണ്ടക്ടേഴ്സിന് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പിന്നീട് കാണുന്നുണ്ട്. എന്നാൽ സെമി കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും നേരെ തിരിച്ചാണെന്ന് മനസ്സിലാക്കുക. ടെമ്പറേച്ചറുമായിട്ട് ബന്ധം ഉണ്ട്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് കണ്ടക്ടേഴ്സിന് റെസിസ്റ്റൻസ് കൂടുകയും സെമി കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും കുറയുകയും ചെയ്യുന്നു. അതായത് റെസിസ്റ്റൻസ് കുറയുകയുമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ conductor of a opposition offered by the conductor to the flow of electric current through it. ഇലക്ട്രിക് കറണ്ടിന് ഉണ്ടാകുന്ന പ്രയോഗിക്കുന്ന പ്രതിരോധം, അതാണ് നമ്മൾ പറയുന്ന ഇലക്ട്രിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. V by I ആണ് റെസിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ കണ്ടക്ടർ. ഇപ്പം I എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ കണ്ടതാണ്. NAEVD. VD എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. ഇപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. E capital E by M into T.
എന്ന് പറയുന്നതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. അത് നേരെ മുകളിലത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. I = NAE പിന്നെ E/m × T എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. അപ്പൊ അതിലേക്ക് നമ്മൾ ക്യാപിറ്റൽ E എന്ന് പറയുന്നത് V/L ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നതാണ് ആ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. അപ്പൊ ഈ ക്യാപിറ്റൽ Eക്ക് പകരം V/L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇതിനകത്ത് നമ്മൾ V/I എടുക്കുക, റീഅറേഞ്ച് ചെയ്യാം. V/I എന്ന് പറഞ്ഞാൽ m/ne² tau into L/A T, m/ne² T into L/A എന്ന് എഴുതാം. ഇപ്പൊ ഇതിൽ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാം കോൺസ്റ്റൻസ് ആണ്. M എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റന്റ് ആണ്. L ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആണ്. N നമ്പർ ഡെൻസിറ്റി, ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ച് നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് കോൺസ്റ്റന്റ് ആണ്. E കോൺസ്റ്റന്റ് ആണ്, A കോൺസ്റ്റന്റ് ആണ്. പിന്നെ വേരി ചെയ്യാൻ പറ്റുന്ന ഫാക്ടർ എന്ന് പറയുന്നത് T ആണ്, അതായത് റിലാക്സേഷൻ ടൈം ആണ്. ആ റിലാക്സേഷൻ ടൈം വേരി ചെയ്യുന്നത് ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ. റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആവറേജ് ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പോസിറ്റീവ് അയൺസ്. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ റിലാക്സേഷൻ ടൈമും കോൺസ്റ്റന്റ് ആണ്. കാരണം കോൺസ്റ്റന്റ് സ്പീഡിലാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ടെമ്പറേച്ചറും കൂടെ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ V/I എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് എന്ന് കാണാനായിട്ട് നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഓംസ് ലോയുടെ മാത്തമാറ്റിക്കൽ പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ V/I എന്ന് പറഞ്ഞാൽ R ആണ്. R എന്ന് പറഞ്ഞാൽ m/ne² T into L/A. അപ്പൊ അതാണ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ. അതായത് ഈ പറഞ്ഞ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന്റെ ഡയമെൻഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ m/ne² T എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ആ കോൺസ്റ്റന്റ് നമ്മൾ റോ എന്ന് വിളിക്കും. അതിനാണ് നമ്മൾ ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് R = കോൺസ്റ്റന്റ് റോ ഇൻറ്റു L/A. അതല്ലെങ്കിൽ R is proportional to L/A എന്ന് നമുക്ക് എഴുതാം. അപ്പൊ അതിനകത്ത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, റോ എന്ന് വിളിക്കുക. അത് ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കും. അപ്പൊ റോ എന്ന് പറഞ്ഞാൽ m/ne² T എന്ന് പറയുന്നതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് മനസ്സിലാക്കുക. റോയുടെ ഇക്വേഷൻ, റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ അതിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നും നമ്മൾ വിളിക്കും. Resistance is directly proportional to length and inversely proportional to area of cross section of the conductor and depends on the nature of the material എന്ന് നമ്മൾ കണ്ടതാണ്. Resistivity depends upon എന്താണ് nature of the material and not the geometrical dimensions of the conductor. ഇപ്പൊ കണ്ടക്ടറിന്റെ ജോമെട്രിക്കൽ ഡയമെൻഷൻസുമായിട്ട് റെസിസ്റ്റിവിറ്റിക്ക് ബന്ധമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അത് ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയലിന്റെ നേച്ചറിനെ മാത്രമേ അത് അഫക്ട് ചെയ്യുന്നുള്ളൂ. റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഡെഫിനിഷൻ ആണ് ഡിഫൈൻഡ് ആസ് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഓഫ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് ഡയമെൻഷൻസ് ഉള്ള ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുന്നതെന്ന് ചുരുക്കം. ഇപ്പൊ റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ L ആണ്. അതുപോലെ റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഏരിയ ആണ്. രണ്ടും കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ R is proportional L/A ആണ്. ഓർ R is equal to rho into L/A. അപ്പൊ അതില് നമ്മൾ L എന്ന് പറയുന്ന യൂണിറ്റ് കൊടുക്കുക, 1 കൊടുക്കുക. അതുപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ യൂണിറ്റ് ആക്കി കഴിഞ്ഞാൽ റോ എന്ന് പറയുന്നത് R ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്, യൂണിറ്റ് റെസിസ്റ്റൻസ്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് നോക്കുക, ഓം m²/m. അപ്പൊ അതിനകത്ത് ഓരോന്നിന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഓം മീറ്റർ എന്ന് പറയുന്നതാണ് SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ശ്രദ്ധിക്കണം, റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. റെസിസ്റ്റിവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡയമെൻഷൻസ് അല്ലെങ്കിൽ സൈസ് ഓഫ് ദ കണ്ടക്ടർ എന്നുള്ളതും പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസിന്റെ റെസിസ്റ്റൻസുകൾ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റെസിസ്റ്റിവിറ്റി ആണ്, റെസിസ്റ്റൻസ് അല്ല. അപ്പൊ അതിന് കാരണം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, ഇപ്പൊ കോപ്പർ വയറിന്റെ തന്നെ റെസിസ്റ്റൻസ് എടുത്താൽ നീളം കൂടുതലുള്ളതിന് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, അതുപോലെ അത് തിക്നെസ് കൂടുതലുള്ളതിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് ഉള്ള മെറ്റീരിയലിന് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് ഉള്ള മെറ്റീരിയൽസിന്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇവിടെ ടേബിളിനകത്ത് കാണിച്ചിരിക്കുന്നത് കണ്ടക്ടേഴ്സിന്റെയും അതുപോലെ സെമി കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും ഒക്കെ റെസിസ്റ്റിവിറ്റിയാണ്. റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ ഓം മീറ്ററിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി 1.7 വാല്യൂ കൊടുത്തിരിക്കുന്നു. സിൽവർ, അപ്പൊ അതിനകത്ത് ഓരോന്നിന്റെയും വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ, റെസിസ്റ്റിവിറ്റി കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ അത് പൂവർ കണ്ടക്ടർ ആയിരിക്കുമെന്ന് ചുരുക്കം. റെസിസ്റ്റിവിറ്റി കുറവാണെങ്കിൽ ദാറ്റ് വിൽ ബി എ ഗുഡ് കണ്ടക്ടർ എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
നമ്മൾ കറണ്ട് കണ്ടു. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറണ്ട് ഡെൻസിറ്റി അറ്റ് എ പോയിന്റ് within a conductor is the current through unit area of the conductor around that point, provided the area is perpendicular to the direction of flow of current at that point. അതായത് കറണ്ട് ഫ്ലോയിങ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അതാണ് കറണ്ട് ഡെൻസിറ്റി. ഏതെങ്കിലും ഒരു ഏരിയയ്ക്ക് യൂണിറ്റ് ഏരിയയ്ക്ക് നോർമലായിട്ട് കടന്നു പോകുന്ന കറണ്ടിന്റെ അളവിനെയാണ് നമ്മൾ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നതെന്ന് ചുരുക്കം. അപ്പോൾ അതായത് കറണ്ട് ഡെൻസിറ്റി J = I/A. അപ്പോൾ ഐയുടെ വാല്യൂ നമ്മൾ കണ്ടതാണ് NAE/VD ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ A കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ വാല്യൂ A ക്യാൻസൽ ചെയ്ത് പോകുന്നു. അപ്പോൾ NE × VD എന്ന് പറയുന്നത് ആയിരിക്കും കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അത് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ട് ഡെൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ടിന്റെ ഇക്വേഷൻ J.A എന്ന് നമുക്ക് എഴുതാം. J കറണ്ട് ഡെൻസിറ്റി ആണ്, A എന്ന് പറയുന്ന ഏരിയ, രണ്ടും പാരലൽ ആയതുകൊണ്ട് J.A എന്ന് പറഞ്ഞാൽ J cos 0 J × A എന്ന് തന്നെ അത് വരികയും ചെയ്യും. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി, അതുപോലെ റെസിസ്റ്റിവിറ്റി, കറണ്ട് ഡെൻസിറ്റി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ റോ എന്ന് പറഞ്ഞാൽ E/J ആണ്. P എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഇത് ഈ പറഞ്ഞിരിക്കുന്ന റിലേഷൻഷിപ്പുകളാണ്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് VD അതായത് ഡിക്രീസസ് ആൻഡ് റോ ഇൻക്രീസസ്, അതായത് റെസിസ്റ്റിവിറ്റി കൂടുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ റിലാക്സേഷൻ ടൈം കുറയുകയാണ് ചെയ്യുന്നത്. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് M/NE² ആണ്. അപ്പോൾ ആ ടിയുടെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റെസിസ്റ്റിവിറ്റി കൂടും. ഡിനോമിനേറ്ററിലുള്ള ടൈമാണ് അത് കുറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ കണ്ടക്ടൻസ് ആൻഡ് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ V/I ആയിരുന്നു, അതിന്റെ റെസിപ്രോക്കൽ എടുത്തേക്ക് I/V എന്ന് പറഞ്ഞാൽ അതാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് ഓമിന്റെ നേരെ ഇൻവേഴ്സ് ആണ്. Ω⁻⁻1 അതല്ലെങ്കിൽ ഓം തിരിച്ചിട്ടാൽ മതി, MHO എന്ന് നമുക്ക് എഴുതാം. അതുപോലെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് റെസിസ്റ്റിവിറ്റിയുടെ നേരെ തിരിച്ച് mho/m എന്ന് പറയുന്നതാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ടെമ്പറേച്ചറുമായിട്ട് ബന്ധമുണ്ട്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഉണ്ട്. ടെമ്പറേച്ചറുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ ആറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് M/NE² L/A ആണ്. അപ്പൊ അതിനകത്ത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ടിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. അതായത് റെസിസ്റ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. കണ്ടക്ടേഴ്സിന്റെ കേസിൽ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻക്രീസസ് ഡ്യൂ ടു ദ മോർ ഇന്റേണൽ എനർജി ആൻഡ് റിലാക്സേഷൻ ടൈം ഡിക്രീസസ്. ടി എന്ന് പറയുന്നതാണ് റിലാക്സേഷൻ ടൈം. അത് കുറയും, അതുവഴിയായിട്ട് റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും കണ്ടക്ടേഴ്സിനെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതാണ് ഇതിനകത്ത് വരേണ്ട കാര്യം എന്ന് പറയുന്നത്. ഈ ഓംസ് ലോയുടെ ലിമിറ്റേഷൻസും കൂടെ നമ്മളൊന്ന് കണ്ടിട്ട് നമുക്ക് ഈ ടോപ്പിക് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഓംസ് ലോ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പോലുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ലോ അല്ല. ഇതൊരു കണ്ടീഷൻഡ് ലോ ആണ്. ചില പ്രത്യേക കണ്ടീഷൻസിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ഡിവൈസസ് സച്ച് ആസ് ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ് വിച്ച് വിൽ നോട്ട് ഒബേ ഓംസ് ലോ. ഓൺലി കണ്ടക്ടേഴ്സ് ഒബേ ദിസ് ലോ. അപ്പോൾ അങ്ങനെ കണ്ടക്ടേഴ്സ് മാത്രമേ ഈ പറഞ്ഞ ഓംസ് ലോ ഒബേ ചെയ്യുള്ളൂ. ബാക്കിയുള്ള സെമി കണ്ടക്ടേഴ്സ്, ഡയോഡ്സ് അങ്ങനെയുള്ളതൊന്നും ഒബേ ചെയ്യത്തില്ല. ഇത് ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സിനെ ഓമിക് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഓമിക് റെസിസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. ഓംസ് ലോ ഒബേ ചെയ്യുന്ന റെസിസ്റ്റേഴ്സിനെ നമ്മൾ ഓമിക് റെസിസ്റ്റേഴ്സ് എന്ന് വിളിക്കും. പിന്നെ അതിന്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ ഷുഡ് ബി കെപ്റ്റ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഡെഫിനിഷനകത്ത് തന്നെ പറയുന്നുണ്ട് ടെമ്പറേച്ചർ ഷുഡ് ബി കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ റിലാക്സേഷൻ ടൈം വ്യത്യാസപ്പെടും. അപ്പൊ ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ലാതെ വരികയും ചെയ്യും. മൂന്നാമത് ദിസ് ലോ ഈസ് ഒബേഡ് ഓൺലി അറ്റ് ലോ കറണ്ട്. ചെറിയ കറണ്ടിലേ ഒബേ ചെയ്യുള്ളൂ. വെൻ കറണ്ട് ഈസ് ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ആൻഡ് ഹെൻസ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് thereby decreasing the current. അപ്പോൾ അതായത് ചെറിയ കറണ്ടിൽ മാത്രമേ ഇത് ഒബേ ചെയ്യുള്ളൂ. കറണ്ടിന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഹീറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്കറിയാം. ജൂൾസ് ലോ അനുസരിച്ച് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഹീറ്റ് എന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ് കൂടും. അതായത് ഹൈ കറണ്ടിലേക്ക് വരുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നത് കൊണ്ട് നമ്മൾ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ അത്രയും കറണ്ട് കൂടുതലില്ല. അപ്പൊ VI ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ പോകേണ്ടതിന് പകരം അത് ബെൻഡ് ചെയ്ത് പോകുമെന്ന് ചുരുക്കം. അപ്പൊ അതായത് ഈ പറഞ്ഞ കണ്ടീഷൻസിൽ മാത്രമേ ഓംസ് ലോ ഒബേ ചെയ്യുന്നുള്ളൂ എന്ന് ചുരുക്കം. അപ്പൊ അതാണ് ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ്. അപ്പൊ ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ് നമ്മൾ മനസ്സിലാക്കുക. ഓംസ് ലോ എന്താണ് എന്നും നമ്മൾ കണ്ടു, അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ സമ്മറൈസ് ചെയ്താൽ,
കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ചാർജസ് ആണ്. ഇപ്പോൾ ഫ്ലോ ഓഫ് ചാർജ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കും നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് Q/T ആണ്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്ന് പറയുന്നതാണ് കറണ്ട് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓംസ് ലോ കണ്ടു, ഓംസ് ലോയുടെ ആപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടു, റെസിസ്റ്റൻസ് എന്താണെന്ന് കണ്ടു, റെസിസ്റ്റിവിറ്റി എന്താണെന്ന് കണ്ടു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഇലക്ട്രിസിറ്റിയുടെ ഫണ്ടമെന്റൽസ്, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടത്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ആ ബ്രാഞ്ചിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയുവാനും പഠിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ക്ലാസ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.